എല്ലാവർക്കും സിന്ധൂസ് ഫുഡ് ആൻഡ് സ്പൈസസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സമ്മർ സ്പെഷ്യലായിട്ടുള്ള ഒരു ഡെസേർട്ടായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഓട്സ് തിരാമിസു. അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഈ ഒരു ഡെസേർട്ട് നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. കൂടാതെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ എന്നെ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു. അപ്പോൾ നമ്മളിന്ന് ബനാന ഓട്സ് തിരാമിസു ആണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ 2 റോബസ്റ്റ പഴമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഡെസേർട്ടാണെന്ന് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ പഴം പെട്ടെന്ന് പഴുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ അലുമിനിയം ഫോയിൽ ഒന്ന് ചുറ്റി വയ്ക്കുന്നത്. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ റോബസ്റ്റ പഴം ഒരാഴ്ച വരെയൊക്കെ കേടാവാതെ കിട്ടുന്നതാണ്. ആദ്യം നമുക്ക് പഴം ഒന്ന് മാഷ് ചെയ്ത്, ഞാനിപ്പോൾ ഈ 2 പഴത്തിന് ഫോർക്ക് വെച്ചിട്ടാണ് മാഷ് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ നമുക്ക് 2 പഴത്തിന് നന്നായൊന്ന് മാഷ് ചെയ്തെടുക്കാം. ഫോർക്ക് വെച്ച് പ്രസ് ചെയ്യുമ്പോൾ തന്നെ പെട്ടെന്ന് മാഷായി കിട്ടുന്നതാണ്. അങ്ങനത്തെ 2 പഴം നന്നായി മാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനത്തെ മാഷ് ചെയ്ത് വെച്ചിട്ടുള്ള പഴമാണ് നമ്മളൊരു മിക്സിംഗ് ബൗളിലേക്ക് ചേർക്കുന്നത്. പിന്നെ വേണ്ടത് ഓട്സ് ആണ്. നമുക്ക് ഓട്സ് 2 തരത്തിൽ വാങ്ങിക്കാൻ കിട്ടും. ഇൻസ്റ്റൻറ്റ് ഓട്സും അതുപോലെ തന്നെ ഹോൾ ഓട്സും വാങ്ങിക്കാൻ കിട്ടും. ഹോൾ ഓട്സ് കഴിക്കുമ്പോഴാണ് കൂടുതൽ ഫൈബറൊക്കെ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഞാനിവിടെ ഇപ്പോൾ ഹോൾ ഓട്സ് ആണ് എടുക്കുന്നത്. അപ്പോൾ ഇൻസ്റ്റൻറ്റ് ഓട്സിനേക്കാളും എപ്പോഴും നല്ലത് ഹോൾ ഓട്സ് കഴിക്കുന്നതാണ്. മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഹോൾ ഓട്സ് ആണ് ചേർക്കുന്നത്. എൻ്റെ ഈ ഒരു കപ്പ് എന്ന് പറയുന്നത് 250 ml ആണ്. അപ്പോൾ 1 കപ്പ് ഹോൾ ഓട്സ് ആണ് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ചേർക്കുന്നത്. എന്നിട്ട് ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഫൈൻ പൗഡറായിട്ട് പൊടിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അങ്ങനെ ഓട്സ് എല്ലാം ഞാനൊരു പൾസ് മോഡിലിട്ടിട്ടാണ് ഒന്ന് രണ്ടൊന്ന് കറക്കിയാൽ മതി. അപ്പോഴേക്കും ഈ ഒരു രീതിയിൽ ക്രഷ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇത് ഫൈൻ പൗഡറായിട്ട് പൊടിച്ചിട്ടൊന്നുമില്ല. ഈ ഒരു ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഓട്സ് നമുക്ക് പഴത്തിലേക്ക് ചേർക്കാം. ഇനി നമുക്ക് ഈ പഴവും ഓട്സുമായിട്ട് നന്നായൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാ ഭാഗത്തേക്കും പഴം എത്തുന്ന രീതിയിൽ ഓട്സുമായിട്ട് നന്നായൊന്ന് മിക്സായി വരണം. അങ്ങനത്തെ പഴവും ഓട്സുമായിട്ട് നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഈ ഒരു രീതി ആവുന്നവരെയാണ് നമ്മൾ മിക്സ് ചെയ്തെടുക്കേണ്ടത്. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് കൊക്കോ പൗഡറാണ്. അൺസ്വീറ്റൻ കൊക്കോ പൗഡറാണ്. ഞാനിവിടെ ഇപ്പോൾ ഹെർഷീസിൻ്റെയാണ് എടുക്കുന്നത്. ഇത് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ചേർക്കാം. 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും ചേർത്ത ശേഷം നന്നായൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ ഓട്സും കൊക്കോ പൗഡറും അതുപോലെ തന്നെ ബനാനയായിട്ട് നന്നായി മിക്സായി വന്നിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഇൻസ്റ്റൻറ്റ് കോഫിയാണ്. ഞാനിവിടെ ഇപ്പോൾ നെസ്കേഫയുടെ കോഫി പൗഡറാണ് ഉപയോഗിക്കുന്നത്. ഞാനിവിടെ ഇപ്പോൾ 1 ടീസ്പൂൺ കോഫി പൗഡറാണ് ഒരു ബൗളിലേക്ക് ചേർക്കുന്നത്. ഇനി നമ്മളിതിലേക്ക് ഒരു 100 ml ചൂടുവെള്ളമാണ് ചേർക്കുന്നത്. അതിനുശേഷം കോഫി നന്നായൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കോഫി പൗഡർ വെള്ളമായിട്ട് നന്നായൊന്ന് മിക്സായി വരുന്നവരെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓട്സിലേക്ക് ചേർക്കാം. എടുത്തു വെച്ചിട്ടുള്ള കോഫി മിക്സ് ചൂടോടുകൂടി തന്നെയാണ് നമ്മൾ ഈ ഓട്സിലേക്ക് ചേർക്കുന്നത്. അങ്ങനെ കോഫിയും ചേർത്ത ശേഷം ഓട്സുമായിട്ട് നന്നായൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനത്തെ ഓട്സും കോഫിയൊക്കെ നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിലായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് വേണ്ടി ചേർക്കുന്നത് ഹണിയാണ്. അപ്പോൾ ചൂടൊന്ന് മാറിയ ശേഷം നമുക്കിതിലേക്ക് ഹണി ചേർക്കാം. അപ്പോൾ ഞാനിതിലേക്ക് ഹണിയാണ് ചേർക്കുന്നത്. 1-2 ടേബിൾ സ്പൂൺ ഹണി ചേർക്കാവുന്നതാണ്. ഓരോരുത്തരും അവരവരുടെ മധുരത്തിനനുസരിച്ചുള്ള ഹണി ഇതിലേക്ക് ചേർക്കാം. അങ്ങനെ നമ്മൾ ഹണിയും ചേർത്ത ശേഷം നന്നായി ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഹണിയോ അതല്ലെങ്കിൽ മേപ്പിൾ സിറപ്പോ എന്ത് വേണമെങ്കിലും നമുക്ക് ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. മധുരം വേണമെന്നുള്ളവർക്ക് ചേർത്താൽ മതി. അതല്ലെങ്കിൽ പഴത്തിൻ്റെ ഒരു ചെറിയൊരു മധുരം ഈ ഒരു ഡെസേർട്ടിന് കിട്ടുന്നതായിരിക്കും. അങ്ങനെ ഹണിയും ചേർത്ത ശേഷം നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് സെറ്റ് ചെയ്യാം. ഞാൻ തിരാമിസു സെറ്റ് ചെയ്യുന്നത് ഈ ഒരു റൗണ്ട് ഷേപ്പിലുള്ള ബൗളിലേക്കാണ്. ഇനി നമുക്കിതിലേക്ക് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഓട്സ് ചേർക്കാം. അപ്പോൾ ഓട്സ് ഇഷ്ടമില്ലാത്തവർക്ക് പോലും ഈ ഒരു രീതിയിൽ ഓട്സ് തിരാമിസു ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾ പോലും കഴിക്കുന്നതായിരിക്കും. അതുപോലെ ഇതിൽ നമ്മൾ എക്സ്ട്രാ ഷുഗറൊന്നും ആഡ് ചെയ്യാത്തതുകൊണ്ട് ഡയബറ്റിക് പേഷ്യൻസിന് പോലും കഴിക്കാൻ പറ്റുന്നതാണ്. തേന് വേണമെങ്കിൽ ഒഴിവാക്കിയാൽ മതി. അങ്ങനെ നമ്മുടെ തിരാമിസുവിൻ്റെ ഫസ്റ്റ് ലെയറാണ് റെഡി ആയിരിക്കുന്നത്. ഇനി നമുക്കിത് ഒരു 15 മിനിറ്റ് നേരം ഒന്ന് ഫ്രിഡ്ജിലൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അങ്ങനെ ഓട്സും കോഫിയായിട്ട് നന്നായൊന്ന് സെറ്റായി വരട്ടെ. പിന്നെ വേണ്ടത് ഗ്രീക്ക് യോഗട്ടാണ്. എൻ്റെ കയ്യിൽ ഇപ്പോൾ സാധാ യോഗട്ടാണുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ യോഗട്ട് ഒന്ന്
അരിച്ചെടുക്കാം. ഇതിലത്തെ വെള്ളത്തിൻ്റെ അംശം കംപ്ലീറ്റ് മാറുന്ന രീതിയിൽ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗ്രീക്ക് യോഗട്ടിന് പകരമായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അങ്ങനെ ഞാനൊരു ബൗളിൻ്റെ മുകളിലായിട്ട് ഒരു സ്ട്രെയിനർ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലായിട്ട് ഒരു മസ്ലിൻ ക്ലോത്താണ് വയ്ക്കുന്നത്. ഇതിലാണ് നമ്മൾ യോഗട്ടൊന്ന് അരിച്ചെടുക്കുന്നത്. നമുക്ക് ഇതിലേക്ക് വേണ്ടത് 1/2 കപ്പ് യോഗട്ടാണ്, അതായത് 120 ml. ഇത് നമുക്ക് ഈ ഒരു തുണിയിലേക്ക് ചേർക്കാം. ഓട്സ് സെറ്റായി വരുമ്പോഴേക്ക് നമുക്ക് യോഗട്ടിലെ വെള്ളം കംപ്ലീറ്റ് ആയിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാം. ഇതുപോലെ വെള്ളം താഴേക്ക് വരുന്നതാണ്. ഒരു 10 മിനിറ്റ് നേരം നമുക്കിതുപോലെ ഒന്ന് വയ്ക്കാം. അങ്ങനെ ഞാൻ ഓട്സൊക്കെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇത് നന്നായി സെറ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്കുള്ള സെക്കൻഡ് ലെയറാണ് തയ്യാറാക്കുന്നത്. ഇത് നമ്മൾ യോഗട്ടിൽ നിന്ന് കംപ്ലീറ്റ് വെള്ളമയമൊക്കെ മാറ്റിയ ശേഷം എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഗ്രീക്ക് യോഗട്ട് ഉണ്ടെങ്കിൽ അത് ചേർക്കുക, അതല്ലെങ്കിൽ സാധാ യോഗട്ടാണെങ്കിൽ ഇതുപോലെ വെള്ളമയമൊക്കെ ഒന്ന് പിഴിഞ്ഞെടുത്തിട്ട് ചേർത്താലും മതി. പിന്നെ വേണ്ടത് മാസ്കർപോണെ ചീസാണ്. അപ്പോൾ അത് കിട്ടിയില്ലെങ്കിൽ ഇതുപോലെയുള്ള ക്രീം ചീസ് എടുക്കാം. ഞാനിപ്പോൾ ഫിലാഡൽഫിയയുടെ ക്രീം ചീസാണ് എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ചീസ് എന്ന് പറയുന്നത് 280 ഗ്രാമാണ്. നമുക്കിതിലൊരു 80 ഗ്രാം ഈ ഒരു ഗ്രീക്ക് യോഗട്ടിലേക്ക് ചേർക്കാം. അതുപോലെ തന്നെ ലൈറ്റ് ചീസാണിത്. അപ്പോൾ ഇത് നമുക്കൊരു 80 ഗ്രാമാണ് വേണ്ടത്. അപ്പോൾ ഞാൻ ഈ ചീസിൻ്റെ 1/4 ഭാഗമാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഇനി നമുക്ക് ഈ ഗ്രീക്ക് യോഗട്ടും അതുപോലെ തന്നെ ചീസും നന്നായൊന്ന് സോഫ്റ്റ് ആക്കി എടുക്കാനുണ്ട്. ഞാനിപ്പോൾ ഒരു ഫോർക്ക് വെച്ചിട്ടാണ് നന്നായൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. നല്ല സോഫ്റ്റ് ആയ ശേഷം വേണം നമുക്കത് ഓട്സിലേക്ക് ചേർത്ത് സെക്കൻഡ് ലെയറായിട്ട് തയ്യാറാക്കാൻ. അങ്ങനെ ഗ്രീക്ക് യോഗട്ടും ക്രീം ചീസും ആയിട്ട് നന്നായൊന്ന് മിക്സായി സോഫ്റ്റായി വരുന്നുണ്ട്. അപ്പോൾ അത് നമ്മുടെ ചീസൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇത് നമുക്കിനി ഓട്സിലേക്ക് ചേർക്കാം. സെറ്റായിരിക്കുന്ന ഓട്സിലേക്ക് നമുക്ക് ക്രീം ചീസാണ് ചേർക്കുന്നത്. എന്നിട്ട് നന്നായൊന്ന് ലെവൽ ചെയ്തെടുക്കാം. എല്ലാ ഭാഗത്തേക്കും ഈവൻ ആവുന്ന രീതിയിലേക്ക് വേണം നമുക്ക് ലെയർ ചെയ്തെടുക്കാൻ. അങ്ങനെ ചീസെല്ലാം ആക്കിയ ശേഷം പിന്നെ ഒന്ന് സ്പൂൺ വെച്ച് നന്നായൊന്ന് ലെവൽ ചെയ്തെടുക്കാം. അങ്ങനത്തെ നമ്മുടെ സെക്കൻഡ് ലെയറെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 1/2 മണിക്കൂർ നേരം ഫ്രീസ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഫ്രീസറിലല്ല വെക്കുന്നെങ്കിൽ 1 മണിക്കൂർ നേരം ഒന്ന് ഫ്രിഡ്ജിലൊന്ന് വെച്ച ശേഷം വേണം നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കൊക്കോ പൗഡർ ഒന്ന് ഡസ്റ്റ് ചെയ്യാൻ. അങ്ങനെ ഇത് 1/2 മണിക്കൂർ കഴിഞ്ഞ ശേഷം ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. അതിനുശേഷം ഇതിൻ്റെ മുകളിലാണ് നമ്മളിനി കൊക്കോ പൗഡർ ഒന്ന് ഡസ്റ്റ് ചെയ്യുന്നത്. ഈവൻ ആവുന്ന രീതിയിൽ നമുക്ക് കൊക്കോ പൗഡർ കംപ്ലീറ്റ് ഒന്ന് ഡസ്റ്റ് ചെയ്തെടുക്കാം. സൈഡിലും എല്ലാം കവർ ചെയ്യുന്ന രീതിയിലാണ് നമുക്ക് കൊക്കോ പൗഡർ ഒന്ന് ഡസ്റ്റ് ചെയ്തെടുക്കാൻ. അങ്ങനെ നമ്മുടെ ഓട്സ് തിരാമിസും ഒക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഡെസേർട്ടാണിത്. നമ്മളിതിനകത്ത് ഷുഗറോ അതുപോലെ തന്നെ കണ്ടൻസ്ഡ് മിൽക്കോ ഒന്നും ചേർത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഡയബറ്റിക്കാർക്ക് പോലും കഴിക്കാൻ പറ്റിയിട്ടുള്ളതാണ് ഈ ഒരു ഡെസേർട്ട്. അപ്പോൾ വെയിറ്റ് ലോസിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു ഡെസേർട്ട്. അപ്പോൾ ഓട്സും പഴമൊക്കെ ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ് ഈ ഒരു ഡെസേർട്ട്. തീ പോലും കത്തിക്കേണ്ട ആവശ്യമില്ല, അതുപോലെ തന്നെ ഓവൻ്റെ ഒന്നും ആവശ്യമില്ല. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഈ ഒരു ഡെസേർട്ട് കുട്ടികൾക്കും അതുപോലെ തന്നെ വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു സമ്മർ ഓട്സ് തിരാമിസ് തയ്യാറാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. വളരെ സോഫ്റ്റാണ്, അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു ഡെസേർട്ടാണ്. വെയിറ്റ് ലോസിന് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇത് നമുക്ക് സ്പൂൺ വെച്ച് കോരിയെടുത്ത് കഴിക്കാൻ പറ്റുന്നതാണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് തയ്യാറാക്കാൻ പറ്റുന്നതാണ് ഈ ഒരു ഓട്സ് തിരാമിസു. അപ്പോൾ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. താങ്ക് യു.